Good evening, ma'am. Good evening, Alaina. Good evening, ma'am. Good evening, ma'am. Good evening, Pravida, Surabhi. Good evening, Anjali. Good evening, Ashwati. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Let's start with prayer. Okay, ഇന്ന് prayer ആരാ? Reggie, are you ready, Reggie? Good evening, Suhana. Reggie ready ആണോ? Reggie. No, ma'am. Next class. Sorry, ma'am. Prayer അറിയില്ല. Prayer. Any prayer? Okay, Smita. Then, Anju. Where is Anju? No response. Good evening, ma'am. Okay, good evening. Anju, are you ready? Start with prayer. Okay? Anju പോയി. Okay. Anybody? Start ചെയ്യാം വേഗം. Okay, Jesse. Where is Jesse? Ma'am, Jesse? ma'am. Okay. Ma'am. ആ കേക്കാല്ലേ മാം? മാം കേൾക്കുന്നില്ലേ കേൾക്കാം. മാം? ഓക്കെ. കേൾക്കും. കണ്ടിന്യൂ. Okay. Thank you, God. Birds fly away, butterflies enjoy flying, laughing rivers flow, trees bear fruit happily. Thank you, God. The rainbow fills the sky, the stars are twinkling, the sun shines with a smile, the moon smiles and shines. Thank you, God. A cool breeze blows, birds sing and rejoice, the flowers are blooming beautifully. All living things on earth are your creation. Everyone thanks God. May you always be filled with happiness. Thank you, ma'am. ഓക്കെ. ആരായിരുന്നു പ്രേയർ? റെജി ആണോ? റെജി? രമ്യ. രമ്യ. ഓക്കെ. നമ്മളൊരു ഗുഡ് ടീച്ചറിന്റെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർക്കുന്നുണ്ടോ? നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വിട്ടുകളയരുത്. ഓക്കെ. Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓർക്കുന്നുണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓർക്കുന്നുണ്ട് മാം. ഹലോ, Yes, ma'am. ക്ലിയർ അല്ലേ പറയുന്നത്? Yes, ma'am. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ എന്തായിരുന്നു ഓക്കെ. എന്താണ് ഡെവലപ്മെന്റ്? വാട്ട് യു മീൻ ബൈ ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിജി, എന്താണ് ഡെവലപ്മെന്റ്? സിജി, ആർ യു ദേർ? സിജി, Hello. എന്താണ് ഡെവലപ്മെന്റ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഡെവലപ്മെന്റ് എന്താണെന്ന്. Yes, ഓക്കെ, ma'am. പറയൂ, എന്താണ് ഡെവലപ്മെന്റ്? Development, it is an improved function of an individual. It can be measured. ഓക്കെ, മെഷർ ചെയ്യാൻ It പറ്റും. is. Then It is. മെഷർ ചെയ്യാൻ പറ്റും. That can be മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. Sorry, no. Sorry. Which cannot be measured. It is called qualitative.
and the maturity attain ചെയ്യുന്നവരെ ഇത് എൻഡ് ആവില്ല. ഇത് പ്രോസസ് ആണ്, കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, it's a continuous process. Okay, സിജി. Then what do you mean by growth? എന്താണ് growth? ഷീബ എന്താണ് ഗ്രോത്ത്? ഷീബ, are you there? ഷീബ or anybody? എന്താണ് ഗ്രോത്ത്? Physical changes in human body's growth. രമ്യ കണ്ടിന്യൂ. രമ്യ, ഫിസിക്കൽ ചേഞ്ചസ് ആണ്, മെഷർ ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഗ്രോത്ത്. ഗ്രോത്ത് അല്ലേ? മെഷറബിൾ ആണ്. ഓക്കെ, then ഗ്രോത്ത് Quantitative കണ്ടിന്യൂസ് ആണ്. പ്രോസസ് ആണോ? അല്ല, ഗ്രോത്ത് ലൈഫിൽ സംഭവിക്കണില്ല. ഇപ്പൊ നമ്മള് ഓക്കെ, then ഒരു പീരീഡ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ടീത്ത്, പല്ലിന് ഒരു വളർച്ച ഇന്നൊരു പീരീഡ് വരെ വളർച്ച ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഹൈറ്റ് ഒക്കെ നമ്മള് ഒരു എന്താ പറയാ, ഒരു പ്രായം എത്തുമ്പോ പിന്നെ ഹൈറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് വളർച്ച ഉണ്ടാവുന്നില്ലല്ലോ. അതെ, വെരി ഗുഡ്. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഡിഫറൻസ് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ അത്? ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഗ്രോത്ത് ആണെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രോത്ത് എങ്ങനെയാണ്? നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഹൈറ്റ്, വെയിറ്റ്, സൈസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ ഒരു കുട്ടിക്ക് ഗ്രോത്ത് ജസ്റ്റ് മനസ്സിലാവും. ഡെവലപ്മെന്റ് അങ്ങനെയാണോ? അല്ല. ഓക്കെ, അത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുക? നിങ്ങൾ അതിന് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് ഡെവലപ്മെന്റ് ഹെൽപ്പ് us ടു പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ടു ചിൽഡ്രൻ. കുട്ടികളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് നൽകേണ്ടത്. അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് പ്രായത്തിനനുസരിച്ചുള്ള ടാസ്ക് ആയിരിക്കണം. എങ്ങനെയാണ്? എഗ്രി ചെയ്യുന്നുണ്ടോ? Agreed. Yes, ma'am. Yes, ma'am. എന്താണ് ഒപ്പീനിയൻ? എന്താണ്? എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നൽകേണ്ടത്? Or സിജി or anybody? നിഷ കണ്ടിന്യൂ. നിഷ. മാം, എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് നൽകേണ്ടത്? നമ്മള് ഇപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് മാത്സ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല. മീൻസ് അഡീഷൻ, സബ്ട്രാക്ഷൻ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ അവർക്ക് ആദ്യം നമ്പേഴ്സ്, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആക്ടിവിറ്റീസ് നൽകേണ്ടത് അല്ലേ? അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നു. ആ കുട്ടിക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം? നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ കുട്ടി നടക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കാൻ കഴിയുന്നത്? എങ്ങനെയൊക്കെ അവന്റെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് വരാൻ പറയും. ടോയ്സ് ഒക്കെ എടുത്ത് കൊണ്ടുവരാനായിട്ട് പറയാം. കുറച്ച് നീക്കി വെച്ചിട്ട് അവന് ഇൻട്രസ്റ്റ് ഉള്ള ടോയ്സ് ഒക്കെ കുറച്ച് നീക്കി വെച്ചാൽ ആ കുട്ടി ഓടിച്ചെന്ന് എടുക്കുമല്ലേ? നടന്ന് അവന് ട്രൈ ചെയ്യും അതിനൊക്കെ ഇഷ്ടല്ലേ? മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. ഓക്കെ, കണ്ടിന്യൂ സിജി. അല്ല മാം, നമ്മളിപ്പോ ഒരു കുട്ടീനെ നടക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, കളറ്, അത് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഫ്രണ്ടിൽ വെച്ചിട്ട് അപ്പൊ കുട്ടി അത് എടുക്കാൻ വേണ്ടിയിട്ട് നടക്കാനൊക്കെ ശ്രമിക്കും. മുട്ടുകുത്തി എഴയനാണെങ്കിലും എന്തിനാണെങ്കിലും അവരത് എടുക്കാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യും. അതെ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? പേരൻസ് നിന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് നമ്മള് കൈ ആക്കി വിളിക്കും. അപ്പൊ കുട്ടി നമ്മുടെ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ, കുട്ടീനെ നിർത്തിയിട്ട് നടത്താൻ നോക്കിക്കണം. any other point? നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യണം അവരെ. നമ്മൾ സപ്പോർട്ട് ചെയ്യണം കുട്ടികളെ. കുട്ടീനെ എണീപ്പിച്ച് നിർത്താൻ പറയണം അവരോട്. അല്ലെങ്കിൽ എണീപ്പിച്ച് എടുത്തിട്ട് കൈട്ട് വരാൻ പറഞ്ഞ് വിളിക്കണം. അപ്പൊ അവര് നടക്കാനായിട്ട് ശ്രമിക്കും. അതെ, ചിലപ്പോ വീഴും അല്ലേ? എന്നാലും കുട്ടി ട്രൈ ചെയ്യും എഴുന്നേക്കാനായിട്ട് അല്ലേ? നമ്മൾ വെച്ചിട്ട് വരാൻ കാണിക്കണം. അപ്പൊ ഒരു മാക്സിമം ശ്രമിക്കും വരാൻ വേണ്ടി. ഓക്കെ. രണ്ട് സൈഡ് കമ്പിയൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ട് അതിൽ കൂടി പിടിച്ച് നടക്കാനൊക്കെ. അത് ഈ വാക്കർ പോലത്തെ വാക്കറിൽ കൂടെ നടക്കാൻ. അതെ. പിന്നെ ചില കുട്ടികള് മ്യൂട്ട് ചെയ്യാവോ ആരാത്? പ്ലീസ് മ്യൂട്ട്. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ടീച്ചർ ആരോ മ്യൂട്ട് ആയിട്ടുണ്ട്. ധീരവ് പ്ലീസ് മ്യൂട്ട്. പേരെനിക്ക് വിസിബിൾ അല്ല. ധീരവ് can you hear me? ധീരവ്. മാം ഞാൻ രമ്യാണ്. അത് മോന്റെ പേരടിച്ചിരിക്കണേ. മോന്റെ പേരടിച്ചിരിക്കണേ. രമ്യ ഡിസ്റ്റർബൻസ്. ഓക്കെ. മിസ് അതെ ലിങ്കിൽ കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. വോയിസ് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരുന്നുണ്ട്. വോയിസ് ക്ലിയർ ആവുന്നില്ലാന്നോ? ബ്രേക്ക് ആവുന്നുണ്ടോ? അല്ല, വോയിസ് കേൾക്കണില്ല, കേറാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞേ മെസ്സേജുകൾ വരുന്നുണ്ട്. ഇതിലിപ്പോ നോക്കുമ്പോ കേറിയിരിക്കണോര് കുറവാണല്ലോ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അപ്പൊ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് ഹെൽപ്പ് us to provide ഏജിന് അപ്രോപ്രിയേറ്റ് ആയുള്ള ടാസ്ക് ആയിട്ടും നമ്മൾ കുട്ടികൾക്ക് നൽകേണ്ടത്. ഓക്കെ. മാം വോയിസ് കട്ട് ആവുന്നുണ്ട്. ക്ലിയർ ആണല്ലേ? ഇടയ്ക്ക് വോയിസ് കട്ട് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവണുണ്ട്. അപ്പൊ ചില സ്ഥലത്ത് തീരെ കിട്ടുണ്ടാവില്ല. ആവുന്നുണ്ടോ? ഓക്കെ. മിസ് ഈ ധീരവ് അത് മ്യൂട്ട് ആക്കിയിട്ടില്ല. രമ്യ എന്ന് പറഞ്ഞ രമ്യാണോ? രമ്യ മ്യൂട്ട് ചെയ്യാത്തത്? രമ്യ പ്ലീസ് മ്യൂട്ട്. രമ്യ, ധീരവ് പ്ലീസ് മ്യൂട്ട്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അതെ മാം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് ഹെൽപ്പ് us to know what to expect of a child and when to expect it. ഓക്കെ സരിത. ഓക്കെ, ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം, എപ്പോൾ എക്സ്പെക്ട് ചെയ്യണം? ഓക്കെ, എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? മൂന്ന് മാസത്തിലേക്ക് കന്നു പോണം, പിന്നെ മുത്തൂത്തി എഴയണം. സിജി ക്ലിയർ ആവുന്നില്ല. സിജി പിടിച്ചു നടക്കണം, പിന്നെ നടക്കണം. കുട്ടികൾ വളർന്നു വരുമ്പോ തന്നെ അവരുടെ ഓരോ മൈൽ സ്റ്റോൺസ് അറിയുമ്പോൾ അതെ, അതത് പ്രായം ഓരോ സ്റ്റേജിലും അവർ അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തിരിക്കണം. കമന്ന് പോണം. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തു. അമ്പിളി കണ്ടിന്യൂ. ഓരോരോ പ്രായത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ നടക്കുകയാണെങ്കിലും കമഴ്ന്ന് കിടക്കുകയാണെങ്കിലും ഓരോ ചെയ്യേണ്ട, അതൊക്കെ നമ്മൾ
അതൊക്കെ അവര് ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് അതിനുള്ള ഇത് പ്രിക്കോഷൻസ് കാണണം. അതാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ കുട്ടികളും വളർന്നു വരുമ്പോ നമ്മൾ എന്താണ് ഓരോ പ്രായത്തിൽ അവർ ചെയ്യേണ്ടത്. ഇനിയിപ്പോ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അവര് ചിന്താശേഷി ആണെങ്കിലും അതന്നെ എല്ലാ ഇതും എല്ലാ ആക്ടിവിറ്റീസിനും ഫിസിക്കലാണെങ്കിലും മെന്റലാണെങ്കിലും അവര് വളർന്നു വരുന്നത് നമുക്ക് കാണാം. അപ്പൊ അത് നമ്മളത് പ്രതീക്ഷിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ അവർ ചെയ്യണം ഓരോരോ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങള്. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് അവര് മാം പിന്നെ റെസ്പോണ്ട് ചെയ്യണം അവര്. റെസ്പോണ്ട് ഓക്കെ. റെസ്പോണ്ട് ചെയ്യണം. ഇപ്പൊ നമ്മള് ഒരു വിളിച്ചാല് നമ്മളെ നോക്കണം. ഒരു സമയം ഉണ്ടല്ലോ ഇന്ന സ്ഥലത്തേക്ക് നോക്കാനും പിന്നെ സൗണ്ട് വിളിക്കുമ്പോ കേൾക്കണം. അല്ലെങ്കിൽ ആരാണോ വിളിക്കണത് അവരുടെ മുഖത്തേക്ക് നോക്കണം. എല്ലാ സെൻസ് ഓർഗൻസും വർക്കിംഗ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. കേൾവിശേഷി, കണ്ണ് കാഴ്ചയുണ്ടോ, ചെവി കേൾക്കുന്നുണ്ടോ, നമ്മൾ പേര് വിളിച്ച തിരിഞ്ഞു നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ച് അവിടേക്ക് നോക്കണം. അവരതെല്ലാം ചെയ്യുന്നുണ്ടോന്ന് നമ്മള് അതൊക്കെ നമ്മൾ ഓരോ ടൈമില് അത് അച്ചീവ് ചെയ്തിരിക്കണം അവര്. അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മള് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതെ. ഇനി അത് പോയിന്റ് പ്രായത്തിനനുസരിച്ചുള്ള മെച്യൂരിറ്റി ഉണ്ടോന്ന് നോക്കണം. ഓക്കെ ഓക്കെ. പ്രായത്തിനനുസരിച്ചുള്ള ഓക്കെ. IQ ലെവല് ചെക്ക് ചെയ്യണം. അവരുടെ IQ അബവ് ആണോ ബിലോ ആണോ അതോ ആവറേജ് ആയിട്ട് പോണുണ്ടോ എന്ന് നോക്കണം. ഓക്കെ. ഇനി അത് പോയിന്റ് പിന്നെ സംസാരിച്ച് തുടങ്ങുമ്പോ അവര് അതിന് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടോ, ഒരു ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞ്. സംസാരിക്കാൻ ഡിലേ ആവും അല്ലേ? എല്ലാ കുട്ടികളും ആദ്യം അച്ഛ അമ്മ അതൊക്കെ ആവുമല്ലോ. എല്ലാ കുട്ടികളും അതെ അതെ. അവരെ നമ്മള് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ കുട്ടികൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ. ഓരോ ആക്ടിവിറ്റിനോടും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് അവരെ ഒരു പരിധി വരെ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഓക്കെ. എന്താ സിജി? യെസ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ പോയിന്റ് ക്ലിയർ അല്ലേ? അതെ മാം. ഓക്കെ. Then development is continuous. It involves changes. ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ആണോ? എഗ്രി ചെയ്യുന്നുണ്ടോ? എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം? അൽഫോൻസ. നമുക്ക് ഇത്ര ദിവസത്തിനകം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഇത്ര ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളർന്നു വരുന്നതിനനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങളും അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഗ്രോത്തിനെ പോലെ ഇപ്പോ അങ്ങനെ നമുക്കത് ഇന്ന വയസ്സ് വരെ വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അത് പറയുന്നത് പോലെ നമുക്ക് ഡെവലപ്മെന്റിന് അങ്ങനെ എന്തോന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അതെ അതെ. Then ഫിസിക്കൽ ഗ്രോത്ത് മാം. എന്തോ ഓരോ ഏജ് അനുസരിച്ച് അവര് ഓരോ കാര്യങ്ങള് പഠിച്ചുകൊണ്ടിരിക്കും. ഡെയിലി ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ ഏജ് കഴിയുമ്പോ അവര് എന്തൊരു അറിവാണെങ്കിലും അത് അവർക്ക് പുതിയൊരു അറിവായിരിക്കും. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിൽക്കുന്നില്ല. അത് ഗ്രോത്തിലാണ് വരുന്നത്. ഡെവലപ്മെന്റില് അത് കണ്ടിന്യൂസ് ആണ്, നോൺ സ്റ്റോപ്പ് ആണ്. സ്റ്റിൽ നമ്മള് പ്രായമാവും തോറും നമുക്ക് ചില സമയത്ത് അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഓരോന്ന് നടക്കുമ്പോൾ നമ്മളത് പഠിക്കേണ്ടി വരും. വെരി ഗുഡ് സിജി. അൽഫോൻസ പ്ലീസ് മ്യൂട്ട്. ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? അറിവിന്റെ കാര്യത്തിലായാലും നമ്മൾ അത് സ്റ്റോപ്പ് ആക്കുന്നില്ല. ഓരോ പ്രായത്തിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഓരോ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്.
ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ ഓക്കെ ഞങ്ങൾ തന്നെ വ്യത്യസ്ത ആൾക്കാരാണ്. നിങ്ങൾ ഈ കോഴ്സിലൂടെ ഓരോ അറിവ് സമ്പാദിക്കുന്നില്ല. ക്ലിയർ ആകുന്നില്ല ബ്രേക്ക് ഡൗൺ. ഇപ്പൊ ഈ കോഴ്സ് ചെയ്യുന്നില്ലേ, ഈ മോണ്ടിസറി ക്ലിയർ കോഴ്സ് ആയിരുന്നു ആർക്കെങ്കിലും? ഒന്നുണ്ടോ? ക്ലിയർ ആകുന്നില്ലടാ, ക്ലിയർ ആകുന്നില്ല. ആണോ മാം? ഞാൻ മാം പറഞ്ഞത് പ്രസന്റേഷൻ എന്താന്ന് ഒന്ന് വെച്ചാൽ സ്ക്രോൾ ചെയ്യോ? പ്രസന്റേഷൻ ഒന്ന് സ്ക്രോൾ ചെയ്യോ? സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ റിജോ? സ്ക്രീൻ റിജോ പ്ലീസ് മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ പറഞ്ഞോട്ടെ മാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഒന്ന് താഴെ. മാം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഇപ്പൊ ഞങ്ങൾ തന്നെ വ്യത്യസ്ത പ്രായക്കാരല്ലേ ഈ മോണ്ടിസറി കോഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ ഓരോരോ ടോപ്പിക് പഠിക്കും തോറും ഞങ്ങളും ഒരു ഇത് ഡെവലപ്പ് ചെയ്യല്ലേ. അതെ, ഞാൻ ഇൻഫോർമേഷൻ അല്ലേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രായവ്യത്യാസമില്ല അല്ലേ? ഇത്ര വയസ്സുള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുണ്ടോ? ഇല്ല. നമുക്കിപ്പോ സോഷ്യൽ മീഡിയാസ് അവൈലബിൾ ആണ്. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് വന്നതോടുകൂടി ഏത് പ്രായത്തിലുള്ളവർക്കും എന്ത് വേണമെങ്കിലും പഠിക്കാം അല്ലേ? അതെ, 20 വയസ്സിൽ ചിലപ്പോ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം ചിലപ്പോ അതൊരു 35 വയസ്സാവാം മനസ്സിലാക്കി വരുമ്പോ അനുഭവങ്ങളിലൂടെ. അതെ നമ്മള് 10th സ്റ്റാൻഡേർഡിലൊക്കെ ചെയ്ത മാത്സ് ഒക്കെ നമുക്കിപ്പോ ഈസി ചെയ്യാൻ പറ്റുമല്ലേ? ആ ടൈമിൽ അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും. അങ്ങനെ ആയിരുന്നോ നിങ്ങൾക്ക്? പല കാര്യങ്ങളും അങ്ങനെയാണ് അല്ലേ? എക്സ്പീരിയൻസിലൂടെ കുറെ അറിവുകൾ നേടുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. Early development is more vital than later development. എന്താണ് അഭിപ്രായം? Early development is more vital than. It's not clear. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. പ്രസന്റേഷൻ ഒരുപാട് താഴേക്ക് പോയി. മുകളിലത്തെ കാണില്ല. വോയിസ് ബ്രേക്ക് പ്രസന്റേഷൻ ആവുന്നുണ്ട്. ഒരുപാട് താഴേക്ക് പോയി അറിയാം. ശരി ഓക്കെ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവണ്ടേ മിസ്സേ? ആണോ? നെറ്റ് ഇഷ്യൂ ആയിരിക്കാം, അറിയില്ല. ഓക്കെ, ഡെവലപ്മെന്റ്. ഓക്കെ, ഏർലി ഡെവലപ്മെന്റ് ഈസ് മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. ക്ലിയർ ആയോ ആ പോയിന്റ്? ക്ലിയർ ആണെങ്കിൽ എന്താണ് ഒപ്പീനിയൻ നിങ്ങളുടെ? എഗ്രി ചെയ്യുന്നുണ്ടോ? ഏർലി ഡെവലപ്മെന്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് അല്ലേ? ഓരോ പ്രായത്തിലും നമ്മൾ ഓരോ പ്രായത്തിലും ചെറുപ്പത്തിലേയുള്ള വിദ്യാഭ്യാസവും എല്ലാ കഴിവും നമുക്ക് വലുതാവും തോറും ചെറുപ്പത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മ ആ ഭാവിയിലും അത് ഉപകരിക്കാൻ പറ്റുന്നത് അല്ലേ? നമ്മൾ അതാത് പ്രായത്തില് ഉണ്ടാവേണ്ട വളർച്ച അതാത് പ്രായത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. മാം, ഈ വിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്താ? എന്തോ വിറ്റൽ എന്ന് പറഞ്ഞില്ലേ? ഈ സ്മോർ വിറ്റൽ എന്ന് പറഞ്ഞില്ലേ? അതിന്റെ മീനിങ് എന്താ? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ്, വൈറ്റൽ. നമുക്ക് പറയില്ലേ ഏർലി, നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ ഡെവലപ്മെന്റ് ഉണ്ട് നമുക്ക് അല്ലേ? ക്ലിയർ ആകുന്നില്ലേ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഒപ്പീനിയൻ? അതിന്റെ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ അതിനോട്? അതെ, അതാത് സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങള് അതാത് പ്രായത്തിൽ തന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്കത് ആ സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറെ ഇത് വേസ്റ്റ് ആകും, അല്ലെങ്കിൽ കുറെ അബദ്ധങ്ങൾ പറ്റാം, ശരിയായ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് വരും. ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ തന്നെ
ഗവൺമെന്റ് പറഞ്ഞോളൂ ഐശ്വര്യ. ഐശ്വര്യാണോ? എഡ്യൂക്കേഷന്റെ കാര്യത്തിന് പോലും പ്രായത്തിന് വലിയൊരു റോളുണ്ട്. ഓരോ പ്രായം, ഓരോ എക്സാംസ് അല്ലെങ്കിൽ ഓരോ കോഴ്സുകൾ ചെയ്യുമ്പോൾ എല്ലാം ഏജ് ആ പ്രായത്തിൽ അറ്റൈൻ ചെയ്യേണ്ട എല്ലാ അറിവുകളും ആ പ്രായത്തിൽ നടന്നാലേ നടന്നു എന്ന് പറയാം. അങ്ങനെയാണല്ലോ. അതന്നെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ്. നമ്മളിപ്പോ എല്ലാരും ഇപ്പൊ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള അതിന് നല്ല വിദ്യാഭ്യാസത്തിന് ഉപരി വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നല്ല ഗൈഡൻസ്, വീട്ടുകാർ, പാരന്റ്സിന്റെ ഗൈഡൻസ്. പലരും ഇപ്പൊ ഞങ്ങളെ പോലെ വീട്ടമ്മയായിരിക്കുന്നവരൊക്കെ ഒരു ഗൈഡൻസ് കിട്ടാതെ ഇപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല നമുക്ക്. ജസ്റ്റ് പഠിക്കുക എന്നൊരു റെസ്പോൺസിബിലിറ്റി മാത്രം നമുക്ക് ആ ടൈമിലുള്ളൂ അല്ലേ? അതെ അതെ, അന്ന് അതിനെ അത്രമാത്രം ഇമ്പോർട്ടൻസേ കൊടുത്തിരുന്നു. ഭാവിയിൽ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ആരും പറഞ്ഞു തരാനും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയാസ്, യൂട്യൂബ്സ് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വളരെ ഒരു കുറവായിരുന്നു ആ കാലഘട്ടത്തില്. ഹലോ മാം. പറഞ്ഞോളൂ. ഞാൻ അലോഷ്യയാണ്. പേരെന്താ? അലോഷ്യ. ഓക്കെ അലോഷ്യ, കണ്ടിന്യൂ. അത് നമ്മളോട് ഇങ്ങനെ വലുതാവും തോറും ഓരോരോ അനുഭവങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരിക്കണം. ഓരോ പാഠങ്ങൾ ലൈഫിൽ ഉണ്ടായത് അമ്മമാരും പാരന്റ്സും ഒക്കെ, ഫാദേഴ്സും ഒക്കെ. അത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനത്തെ പോയിന്റ് നമ്മളിപ്പോ ചെറിയ സമയത്ത് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ നമുക്ക് പല അറിവുകളും നേടാൻ കഴിയും. ഐശ്വര്യ, ഇനി അതേ പോയിന്റ് ഐശ്വര്യ. ഗുഡ് ഹാബിറ്റ്സ് നമ്മൾ കുഞ്ഞിതിലെ പഠിക്കുന്നത് ജീവിതകാലം മുഴുവൻ നമുക്കത്. പക്ഷെ 30ാമത്തെ വയസ്സിൽ നമ്മളൊരു ഗുഡ് ഹാബിറ്റ് പഠിച്ചിട്ട് കാര്യമില്ല. അതെ അതെ, പഠിക്കാം. പക്ഷെ കൂടുതൽ എഫക്റ്റീവ് എപ്പോഴാണിത്? പല കാര്യങ്ങളും അത് ആ പ്രായത്തിൽ പഠിക്കുമ്പോഴാണ് അല്ലേ? നമുക്ക് കുറച്ചും കൂടി ഏജ് ആയ പഠിക്കാം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ചിലപ്പോ ആ ഏജിൽ നമുക്കത് പറ്റിയെന്ന് വരില്ല. മനസ്സിൽ വെക്കാമെന്ന് മാത്രമേ ഉപയോഗം. ഹലോ മാഡം. മാഡം, എല്ലാരും കമന്റ് പറഞ്ഞതിന് ശേഷം ടീച്ചർ ഒരു കൺക്ലൂഷൻ ആയിട്ട് ആ പോയിന്റ് ഒന്ന് പറഞ്ഞ നന്നായിരുന്നു. പറയാം. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ചെറിയ ടൈമിലാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല അല്ലേ? എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്? നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? ജസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? വേറെ എന്തെങ്കിലും അതിലും വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടോ? പക്ഷെ നമ്മളത് കുറച്ചുകൂടി വലുതായിട്ട് പഠിക്കാന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ്? ആഫ്റ്റർ മാരേജ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി വന്നു അല്ലേ? നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആകും മാം. നമുക്ക് വേണ്ടത്ര ഔട്ട്പുട്ട് ഇടാൻ പറ്റില്ല. എന്തായിരുന്നു? ഒന്നുകൂടി പറയാമോ? ക്ലിയർ ആയില്ല മാം. ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ആകും. പിന്നെ നമുക്ക് വേണ്ട വിധത്തിൽ ഔട്ട്പുട്ട് ഇടാൻ പറ്റില്ല. ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല, പഠിത്തം മാത്രം മതി. അപ്പൊ ആ സമയത്ത് നേടേണ്ട കുറെ അറിവുകളുണ്ട് അല്ലേ? അതെ. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആണോ? അതെ മിസ്. നേരത്തെ ഹാബിറ്റ്സിന്റെ കാര്യം പറഞ്ഞല്ലേ? നമ്മൾ ചെറിയ പ്രായത്തിൽ അക്യൂർ ചെയ്യേണ്ട ഹാബിറ്റ്സുകളുണ്ട്. അത് വലുതായാലും പഠിക്കാം. പക്ഷെ കുറച്ചുകൂടി എഫക്റ്റീവ് എപ്പോഴാണ്? അത് ത്രൂ ഔട്ട് ആ ലൈഫ്. ഏർലി ഹാബിറ്റ്, നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന ഹാബിറ്റ്സ് നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ അത് ഹെൽപ്പ് ചെയ്യും നമ്മളല്ലേ? മാം, ചുട്ടയിലെ ശീലം ചുടല വരെ അങ്ങനെ ഒരു പ്രോവർബ് ഉണ്ട്. അതെ അലീഷ്. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആണോ? ഡെവലപ്മെന്റ് ഏത് പ്രായത്തിലും നമുക്ക് എല്ലാ പ്രായത്തിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ചെറിയ പ്രായത്തിൽ അക്വയർ ചെയ്യേണ്ട കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ട്. അത് ആ പ്രായത്തിൽ തന്നെ നമ്മൾ നേടിയിരിക്കണം. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് ഡെവലപ്മെന്റിന്റെ എന്തോ? പിന്നെ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്? എന്തൊക്കെയാണ്?
നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. ദെൻ ഏർലി ഡെവലപ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ദെൻ പിന്നെ എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ പക്വതയിലൂടെയും അനുഭവങ്ങളിലൂടെയും ആണ്. അതെ, ഇത് നമുക്ക് ഉണ്ടായി വരികയുള്ളൂ, പെട്ടെന്ന് ഒറ്റയടിക്ക് കിട്ടുന്നതല്ലല്ലോ. ഇപ്പൊ ബുക്ക് റീഡ് ചെയ്യുമ്പോൾ പല അറിവുകളും അല്ലേ, ആ കുട്ടിയുടെ ഇമാജിനേഷൻ കൂടുന്നുണ്ടല്ലേ. വെറുതെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഇമാജിനേഷൻ കിട്ടുമോ? അതിലൂടെ ഗോ ത്രൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ബുക്സ് റീഡിങ് അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ഒരു കുട്ടിയെ ഡെവലപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിലൂടെ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് ആ കുട്ടിക്ക് അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. റൈറ്റ്. പിന്നെന്തൊക്കെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ? ഓരോരുത്തരുടെ ഡെവലപ്മെന്റും വ്യത്യസ്ത രീതിയിലായിരിക്കും. അതെ, വെരി ഗുഡ് സിയ. എല്ലാവരുടെയും ഡെവലപ്മെന്റ് ഒരേ രീതിയിലായിരിക്കോ? നമ്മള് ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ. റൈറ്റ്. അതെ. ഒരു കുട്ടിക്ക് പക്വത വന്നാൽ അവൻ പല കാര്യങ്ങളും പഠിക്കും. പണ്ട് അറിവില്ലായ്മ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാവും. പണ്ടത്തെ കാര്യങ്ങൾ തെറ്റായിപ്പോയി, ഇനി ഞാൻ നന്നായി പെരുമാറണമെന്ന് വിചാരിക്കും. പിന്നെ എന്താണ്? മാം, ഇപ്പൊ രണ്ടുപേരും ഒരേ ഏജിലുള്ള ആൾക്കാരാണ്. പക്ഷെ രണ്ടുപേർക്കും അവരുടെ ജീനിന്റെ വ്യത്യാസം കൊണ്ടാണോ അതോ അവര് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഒരാൾക്ക് ചിലപ്പോ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കാം, പക്ഷെ മറ്റേ ആള് കുറച്ച് ആക്റ്റീവ് ലെസ് ആയിരിക്കാം. അപ്പൊ അത് ഇൻഡിവിജ്വലി ഡിഫറൻസ് ഉണ്ടാവും അവരുടെ ഡെവലപ്മെന്റ് അനുസരിച്ച്. മെന്റൽ ഹെൽത്ത്, മെന്റലി നമ്മുടെ ഒരു മെച്യൂരിറ്റി, ഫിസിക്കലി മാത്രമല്ല മെന്റലി ഉള്ള മെച്യൂരിറ്റിയും നമ്മൾ ഓരോ പ്രായം കൂടുമ്പോഴാണ് കൂടി വരിക. നമുക്ക് 15 വയസ്സിൽ നമ്മളൊരു കാര്യം കാണുമ്പോൾ അത് എടുത്ത രീതി ആയിരിക്കില്ല 30 വയസ്സിൽ നമ്മൾ കാര്യം കാണുമ്പോൾ എടുക്കുന്നത്. അതെ, ഡിസിഷൻസ് മേക്കിംഗ് വളരെയധികം ഇമ്പോർട്ടന്റ്. അതെ, കണ്ടിന്യൂ ചെയ്തോ. വായന എന്ന് പറയുന്നത് ഒരു ഡെവലപ്പ് ചെയ്യാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയണം. ചിലപ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മൾക്ക് കുഞ്ഞിതല്ല ഒരു 20 വയസ്സിലൊക്കെ നമ്മള് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യോ ഒരു വളരെ മോശമാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മളൊരു 35-40 വയസ്സാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുടെ രീതിയിൽ നിന്ന് ചിന്തിക്കും. അവർക്ക് അത്രയും ചിലപ്പോ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ ആ തെറ്റ് ചെയ്തത്. കള്ളന്മാരുണ്ട്, അത്രയും ഫിനാൻഷ്യലി അവർക്ക് പിടിച്ചു നിൽക്കാൻ വേറൊരു വഴിയും ഇല്ല മുൻപിൽ എന്ന് അവിടെ ആയിരിക്കാം അവർ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ള ചിന്ത പ്രായം കഴിയും തോറും ആ ഡെവലപ്പിലൂടെ നമുക്ക് അങ്ങനെ നമ്മുടെ ഭാഗത്തൂടെ നിന്ന് ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു പക്വത നമുക്ക് വരും. അത് വായനയിലൂടെയും ലോകം മറ്റുള്ളവരടുത്ത് സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ഓരോരുത്തരുടെ സാഹചര്യം വേറെ വേറെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യലൈസിങ്, വിദ്യാഭ്യാസം മാത്രമല്ല സോഷ്യലൈസിങ്, റീഡിങ്, അതൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ഫാക്ടേഴ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഡിഫറെന്റ് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട് ഡെവലപ്മെന്റിനെ. റൈറ്റ്. ഓക്കെ, നമുക്കൊരു ജസ്റ്റ് ബ്രേക്ക് എടുക്കാം. ആരാ ഇന്ന് ആക്ഷൻ സോങ്? ഒരു ആക്ഷൻ സോങ് കഴിഞ്ഞിട്ട് രമ്യാണ് നേരത്തെ പറഞ്ഞത് റോൾ പേര് പറഞ്ഞു. ആക്ഷൻ എന്തോ? സ്മിത. ഓക്കെ സ്മിത. അയ്യോ സ്മിത ക്ലിയർ ആകുന്നില്ല, ബ്രേക്ക് ആവുന്നു. സ്മിത ഹലോ, ക്ലിയർ അല്ലടാ. കേൾക്കുന്നില്ലടാ. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഹലോ മാം, കേൾക്കാമോ? ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും എങ്ങനെ കേൾക്കുന്നുണ്ടോ? ചിലപ്പോ ഇവിടുത്തെ ഇഷ്യൂ ആയിരിക്കാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ, വീഡിയോ ഓൺ ആക്കാവോ? കറന്റ് ഇല്ല രമ്യ. കേൾക്കാമോ മാം? കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. Subject: Conversation about distraction caused by the mobile. The conversation between mom and daughter. Introduction.
This is a conversation between a mother and her daughter regarding distraction caused by mobile phone while studying. It is a message to our society. Scene 1. The mom and daughter sit in a room. The mom use mobile phone and daughter studying, but the daughter near the mobile. Daughter name Neenu. Mom, see the mobile. Daughter, the message turned to Neenu's mobile. Mom, Neenu, what happened? What are you doing with your mobile phone? Neenu, nothing, mom. My friend Anu sending a message. It was just checking this message. Mom, why is she messaging your study time? What is she saying? Neenu, she did not go to school yesterday, mom. She wants me to send her all classworks. Mom, all right. Please focus on your studies. Neenu, okay, mom. I am studying. Scene 2. After a few minutes, the message turned to Neenu's mobile. Mom, what happened now, Neenu? You are used a mobile phone for last 2 hours. Neenu, okay, mom. Sorry, I am studying. After 30 minutes, scene 3. Neenu, mom, I am hungry. Please give me a food. Mom, yes, wait a moment. Neenu, mom, please give me a food. Mom, what is the time? 8 o'clock. So sorry, dear. Neenu, you watching Facebook. Mom, you have go to school tomorrow. Take your books in bag. Neenu, can I say something? Mom, tell me. Neenu, tomorrow I have to go to school? Mom, yes, of course. Mom said, a permanent solution for the users of mobile. Neenu, how, ma'am? Mother, let's promise tomorrow during study time we will switch off our phone and keep them in another room. Neenu, okay, mom, promise. While studying, no mobiles, no network, no social media. Mother, okay, dear, let me prepare a dinner. കഴിഞ്ഞു മാം. ഓക്കെ സ്മിത, സോ സോറി, എനിക്ക് കുറെ കാര്യങ്ങൾ മിസ്സായിപ്പോയി. എനിക്കിവിടെ ബ്രേക്ക് വോയിസ് ബ്രേക്ക് ആയി. മനസ്സിലായി. എങ്ങനെയുണ്ടായിരുന്നു സ്മിതയുടെ റോൾ പ്ലേ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിട്ട് ഓക്കെ 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 സ്മിത, വെരി ഗുഡ്. അത് കുറച്ച് ഹെൽപ്പ് ഞാൻ ഇത് അതുപോലെ എടുത്തിട്ടുണ്ട്. ബാക്കി പക്ഷേ കോൺവെർസേഷന്റെ അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അതിലെ ഗ്രാമർ മിസ്റ്റേക്സ് എടുത്തു. ഓക്കേടാ, സ്മിത പറയുന്നത് അങ്ങനെ ഒന്നും ഒരു എനിക്ക് പേടി ക്ലിയർ ഉണ്ടായിരുന്നു ആകുന്നില്ല. എനിക്ക്. ഹലോ, കേൾക്കാമോ മാം? ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഹലോ, കേൾക്കാമോ? ആ ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ സ്മിത ഞാൻ കുറച്ച് ഹെൽപ്പ് ഞാൻ വായിച്ചതിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് ഈ കോൺവെർസേഷൻ ഒക്കെ തയ്യാറാക്കിയത്. ആണോ? അതിൽ വെരി കുറച്ച് ഗുഡ്. ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അറിയില്ല. ഹലോ അല്ല, തെറ്റാണെങ്കിൽ ഞാനങ്ങ് ചെയ്തു വിടും. കാരണം ഇതിനകത്തിരിക്കുന്ന ഇവരെല്ലാരും നമ്മുടെ ഫ്രണ്ട്സാ. അതുകൊണ്ട് തെറ്റ് വന്നാലും അവരത് തിരുത്തി തരികയും ചെയ്യും. ഒപ്പം നമ്മളെ നല്ലതുപോലെ അത് എൻകറേജ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു ഭയമില്ല ഇത് ചെയ്യുന്നതിനെ. ഇവരെല്ലാം നല്ല സപ്പോർട്ടീവാ എല്ലാരും. ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും അതെ അതെ, എല്ലാരും ഫെമിലിയർ ആണല്ലേ? നല്ല ഹെൽപ്ഫുൾ ആണ്. ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ഓരോ സ്വരം കേൾക്കുമ്പോ തന്നെ ഇപ്പൊ രമ്യ ആരാ, സിജി ആരാന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അവരുടെ പേരെടുത്ത് പറയുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെ ഹലോ ഓക്കെ, മാം. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഹലോ ഹലോ, ആരാ ഇത്? ഹലോ, ഞാൻ ലൂഷിയാണ്. ഞാനൊരു ചെറിയൊരു റോൾ പ്ലേ എഴുതിയിട്ടുണ്ട്, അതൊന്ന് പറയട്ടെ മാം. ഹലോ. ഓക്കെ അലോഷി. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ അലോഷി. ആ, ഞാൻ എഴുതിയതാണേ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ചെറുതായ രീതിയിലുള്ള ഒരു സരിത, ഹൗ ആർ യു? അനിത, നോട്ട് വെരി വെൽ. സരിത, വാട്ട് അബൌട്ട് യു? Anida, I am suffering from fever and headache. Sarida, are you sad, doctor?
Anida, I met a doctor and prescribed for medicine and checkup. Sarida, very good. You will well soon. Your illness is removed to meet a good doctor. Anida, of course. Thank you. Thank you, ma'am. Okay. Very good, very good. മാം ഞാനും സിജിയാണ് റോൾ പ്ലേക്ക് റെഡിയാണ്. സിജി നമുക്ക് ടൈം ഇല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ സിജി. ഓക്കെ മാം, ഓക്കെ മാം, ഓക്കെ മാം. ഓക്കെ ടൈം ഇല്ല. ഓക്കെ നേരത്തെ പറഞ്ഞായിരുന്നു ഗ്രാമർ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനും ഉണ്ട് കേട്ടോ റോൾ പ്ലേ അവതരിപ്പിക്കണം. എന്റെ പേര് രമ്യ പേരെന്താ എന്നാണ്. പേരെന്താ? എന്റെ പേര് രമ്യ എന്നാണ്. രമ്യ? അതെ അതെ, ഇവിടെ കെ എന്നാണ് ഇതിൽ കൊടുത്തേക്കണത്. അപ്പൊ ഞാനും ഉണ്ട് കേട്ടോ. ഞാനും ഇത് ആക്ഷൻ സോങ്ങും ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലേ അവതരിപ്പിക്കാം. ആ ഓക്കെ മാം, ഞാൻ പറയാം. വീഡിയോ ഓൺ ചെയ്യട്ടെ? കാണാൻ പറ്റുമോ ആവോ? Baba black sheep, have you any wool? Yes sir, 3 bags full. One for my master, one for my dame, and one for my little boy who lives down the lane. പണ്ടത്തെ പാട്ടാട്ടോ മാം, കുഴപ്പമില്ലല്ലോ. താങ്ക് യു മാം. മിസ്, ഞാൻ ആക്ഷൻ സോങ് ഞാനും ഉണ്ട്. അടുത്ത ക്ലാസ്സിലായാലും കുഴപ്പമില്ല, ഇപ്പോഴും റെഡി. ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ആക്ഷൻ സോങ് അല്ലേ? ഓക്കെ ഓക്കെ, വേഗം ആയിക്കോട്ടെ. ഓക്കെ ഗീതു. എനിക്ക് എന്നെ കാണില്ലല്ലോ. ഞങ്ങക്ക് കാണാം. ഞാൻ കാണില്ല, കണ്ടോ? How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hand? How many fingers on two hand? How many fingers on two hand? Let's all together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ ഓക്കെ ഗീതു, വെരി ഗുഡ് വെരി ഗുഡ്. ഇതേപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യണം. നിങ്ങളുടെ പാട്ട് കേട്ട്, നിങ്ങളുടെ റൈം കേട്ട് കുട്ടികൾ ഉറങ്ങിപ്പോവരുത് കേട്ടോ. നല്ല ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, വെരി ഗുഡ് ഗീതു. Thank you, miss. Thank you all. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആക്ഷൻ സോങ്ങും റോൾ പ്ലേയും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ പോരെ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. അതെ, സ്വീറ്റ് വോയിസ് ആയിരുന്നു ഗീതുവിന്റെ. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം? ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കാം? മിതു ജനറ്റിക് ഫാക്ടർ ഉണ്ട്. ദെൻ പിന്നെ ഏതൊക്കെ ആയിരിക്കാം? ഹെറിഡിറ്റി. സോഷ്യൽ ഫാക്ടർ. ഇയർലി ചൈൽഡ് ബർത്ത്. ചില കുട്ടികൾ ഇങ്ങനെ മാസം തികയാതൊക്കെ പ്രസവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവര് നോർമൽ കുട്ടികളെ പോലെ ഇങ്ങനെ നടക്കാനും മുട്ടിലെഴയാനൊന്നും ചിലപ്പോ ലേറ്റ് ആവും. എല്ലാ സ്റ്റേജസ് അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക അല്ലേ? ഫുഡ് ഹാബിറ്റ്. സോറി, ഫുഡ് ഹാബിറ്റ്. ഫുഡ് ഹാബിറ്റ്. ദെൻ malnutrition.
Okay. Before that, let me tell you. നമുക്ക് mainly രണ്ട് ഫാക്ടേഴ്സ് ആണ്. There are so many factors, but mainly 2 factors ആണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ, ഹെറിഡിറ്ററിയും എൻവയോൺമെന്റുമാണ് മെയിൻലി അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. അല്ല, എൻവയോൺമെന്റിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം വരുന്നത്? ഓക്കെ, എൻവയോൺമെന്റിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം അഫക്ട് ചെയ്യുന്നത്? ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും, ഒരു ചൈൽഡിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം എൻവയോൺമെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്? മാം, ഇപ്പൊ പ്രഗ്നന്റ് ടൈമില് ഇപ്പൊ നമ്മള് നല്ല മൂഡിലാണെങ്കിൽ അത് ബേബീനെ ഒരു പോസിറ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബേബീനെ അതൊരു നെഗറ്റീവ് രീതിയിലും അഫക്ട് ചെയ്യൂലേ? അതെ, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം, റൈറ്റ്? നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾസോ ഫിസിക്കൽ, അല്ലേ? ഫിസിക്കലും മെന്റൽ സ്റ്റേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ടൈമിൽ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? പൊല്യൂഷൻ. പൊല്യൂഷൻസ്. അതെ. ക്ലൈമറ്റ്, ക്ലൈമറ്റ്. രോഗങ്ങൾ വരുന്നത് മൂലം. ആർക്ക് രോഗങ്ങൾ വരുന്നത്? കുട്ടിക്ക് ഏതേലും ജനിച്ച ഉടനെ എന്തെങ്കിലും ബാക്ടീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഡെലിവറിക്ക് മുൻപ്. ഓക്കെ, ഇൻഫെക്ഷനിലൂടെ ചെയ്യുന്നത് ഇൻഫെക്ഷൻ, പോളിയോ വാക്സിൻ എടുക്കുന്നത്. ഒരു അമ്മയെ, അല്ലേ, ഡെലിവറിക്ക് മുൻപാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ഡെലിവറിക്ക് മുൻപാണെങ്കിൽ, ബിഫോർ ഡെലിവറി ആണെങ്കിൽ ഇപ്പോൾ ഡ്രഗ്സ് എടുക്കുന്ന ടൈം, ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ആൽക്കഹോള് ടേക്ക് ചെയ്യുന്ന ടൈമില് അത് കുട്ടിയെ വളരെ അഫക്ട് ചെയ്യാറുണ്ടല്ലേ? ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്, ദെൻ മെഡിസിൻസ്, ഈവൻ മെഡിസിൻസ് പോലും, ചില മെഡിസിൻ പോലും. അതുപോലെ സ്മോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മരുന്നുകളുണ്ടല്ലോ നമ്മുടെ പെസ്റ്റിസൈഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മാം, സ്റ്റിമുലേഷൻ. മിതു കണ്ടിന്യൂ. മാം, നമുക്കിപ്പം ഹസ്ബൻഡോ അല്ലെങ്കിൽ പാരന്റ്സ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരൊക്കെ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ബാധിക്കില്ലേ? അത് കുട്ടിയെ അഫക്ട് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ദെൻ പിന്നെ എന്തൊക്കെയായിരിക്കാം? അമ്മ കഴിക്കുന്ന ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം. ഫുഡിന്റെ അല്ലേ, ലാക്ക് ഓഫ് ഫുഡിന്റെ അഭാവം മൂലം കുട്ടിക്ക് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതിൻ്റെതായ എഫക്ട് ഉണ്ടാവും. ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ. അതെ, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അല്ലേ? ദെൻ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ, ഈ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കും, എൻഡോസൾഫാനൊക്കെ കണ്ടില്ലേ? അതുമാതിരി കീടനാശിനികൾ അങ്ങനെയുള്ളതൊക്കെ വലിയ തോട്ടം തൊടിയൊക്കെ ഉള്ളവർ ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഗർഭിണികളെ അവിടെ അടുത്തേക്കൊന്നും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒന്നും അങ്ങനെ വരരുത് എന്നൊക്കെ പറയും. സ്ഥലം എടയൂർ വളാഞ്ചേരി പറയും, മലപ്പുറം ഡിസ്ട്രിക്റ്റില്. അവരൊക്കെ മുഖമൊക്കെ കെട്ടിയിട്ടാണ് അത് അടിക്കുക. കീടനാശിനികളുടെ ഉപയോഗം, അല്ലേ? അത് കുട്ടിയെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? ടീച്ചർ, എന്തോ ഹലോ, ഫാമിലി ഒരു സന്തോഷം ഒക്കെ വരുമല്ലോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടില്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്യൂസ്, അല്ലേ, സ്ട്രെസ്. പിന്നെന്തൊക്കെയാണ്? മൊബൈൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് കാണരുതെന്ന് പറയുന്ന റേഡിയേഷൻ പോലുള്ള അതുണ്ടാവും പറയണേ. വെരി ഗുഡ്. റേഡിയേഷൻസ്, അല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അമ്മയുടെ മെന്റൽ കണ്ടീഷൻ ഓർ ഫിസിക്കൽ കണ്ടീഷൻ, ഈവൻ ഹൈ സൗണ്ട് പോലും അതിനെ അഫക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ഞാന് പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ ഉമ്മ പറയണേക്കെ അങ്ങനെ മൊബൈൽ അടുപ്പിച്ച് വെക്കരുത് ഇങ്ങനെ പറയണേക്കെ. അതെ, ശരിയാണ്. മൊബൈൽ അധികം യൂസ് ചെയ്യരുതെന്ന് പറയും ഡ്യൂറിംഗ് പ്രഗ്നൻസിയിൽ, അല്ലേ? യെസ് മാം. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ടൈമില് ആദ്യമായിട്ട് കുട്ടികള് കണ്ടിന്യൂ.
പ്രഗ്നൻസി ടൈം ആണ് ഇപ്പൊ അവര് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പ്രകൃതിയിൽ കാണുന്ന പൂക്കള്, മറ്റേ പക്ഷികള്, ചെറിയ ചെറിയ പ്രാണികള്, ചിത്രശലഭങ്ങൾ, അതിനെയൊക്കെ കുട്ടികൾ കണ്ട് അതിന്റെ ചിത്രങ്ങളൊക്കെ അവരുടെ മനസ്സിൽ പതിയുമ്പോൾ അവർ പ്രകൃതിയായിട്ട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണ്. അത് അതെ അതെ അത് ചെറുപ്രായത്തില്. കുട്ടിയുടെ പിന്നെ കേസ്. ഓക്കെ. പിന്നെ അവര് ഈ മണ്ണിൽ കളിക്കുമ്പോ അത് നമ്മൾ എവിടെയാണോ മണ്ണ്, അപ്പൊ പിന്നെ ഈ നമ്മൾ പുതുമഴ പെയ്യുമ്പോ ആദ്യമായിട്ട് അതിനകത്തുനിന്ന് ഈയലുകളൊക്കെ വരില്ല. അപ്പൊ അതൊക്കെ അവരെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് പതിയും. അത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത്, ഒരു അങ്ങനെ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവർക്ക്, റൈറ്റ് അല്ലേ? പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അവർക്ക്. അപ്പൊ പുതു കാഴ്ചകളാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ മഴ പെയ്യുന്നത്, അപ്പൊ അത് അവര് ചോദിക്കും മഴ എവിടെ നിന്നാണ് വന്നത്. അപ്പൊ അത് എവിടെന്നാ കാണുന്ന കാഴ്ചകളൊക്കെ അവരുടെ മനസ്സിൽ ഇടം പിടിക്കും. അപ്പൊ നമ്മൾ പറയാതെ തന്നെ ചിലപ്പോ അവര് ചോദിക്കും അതെങ്ങനെയാണ് വരുന്നതെന്നും അത് എവിടെ നിന്നാണ് വരുന്നത്, അത് എങ്ങനെ ഇതിലെങ്ങോട്ടാണ് വീഴുന്നതെന്ന്. അങ്ങനെ അവര് കണ്ണിന് കാണുന്ന കാഴ്ചകളൊന്നും അവരുടെ മനസ്സിൽ പതിഞ്ഞത് മായില്ല. അത് കറക്റ്റാണ് മാം. എന്റെ മോള് ഇങ്ങനെയായിരുന്നു. അവള് 2 വയസ്സ് വരെ അവിടെ ഗൾഫിലായിരുന്നു. നാട്ടിലേക്ക് വരുന്ന 2 വയസ്സ് കഴിഞ്ഞിട്ടാ. അപ്പൊ ഇവിടെ മഴ ഇവിടെ കാണുമ്പോ മഴ ഇങ്ങനെ നോക്കി നിൽക്കും, ഇത് എന്താ സംഭവം എന്ന് നോക്കിയിട്ട് ഫസ്റ്റ് ടൈം കാണുമ്പോ. കണ്ടിട്ടില്ലല്ലോ അല്ലേ? അതെ അതെ. റെയിൻബോ ഒക്കെ കാണുമ്പോ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അതെപ്പോഴും കാണുന്ന ഒരു സംഭവം അല്ലല്ലോ റെയിൻബോ. ഓക്കെ ദെൻ പിന്നെന്തൊക്കെയാണ്? അമ്മ കഴിക്കുന്ന മെഡിസിൻസ് ആകാം, നമ്മൾ അത് കുട്ടിയെ അഫക്ട് അധികമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? മാം, ഇപ്പൊ നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് പേപ്പറിലും ന്യൂസിലൊക്കെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഡോക്ടർമാരുടെ ശ്രദ്ധയില്ലായ്മ. അതെല്ലാം കുട്ടികളെ നല്ല ഇപ്പൊ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ കൂടുതലായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Any other points, Sarita? Sarita, continue. മാം, എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് കൂടുതലും അകത്ത് വെളിയിലോട്ടൊന്നും ഇറങ്ങിയുള്ള ഇതല്ലായിരുന്നു. പക്ഷെ അത് തന്നെ എൻ്റെ മോക്കും. കാരണം അവളിപ്പം പുറത്തോട്ട് ആരുമായിട്ടൊരു സഹകരണവും ഒന്നുമില്ല. ഞാൻ അകത്ത് എങ്ങനെയായിരുന്നോ പ്രഗ്നൻറ്റ് ടൈമിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് എൻ്റെ മോള് പുറത്ത് വന്നപ്പോഴും. അവൾ ആരോടും മിങ്കിൾ ചെയ്യത്തില്ല, അവൾ പുറത്തോട്ടൊരു ഇതുമില്ല. അപ്പൊ കൂടുതലും നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല പ്രഗ്നൻസി സമയത്ത് തന്നെ നമ്മളെല്ലാം ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ പറയുന്നത് റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ കുട്ടിക്ക് വളരെയധികം. പിന്നെ മാം ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോ ഈ പ്രഗ്നൻസി ടൈമിൽ നല്ല മ്യൂസിക് കേട്ടോണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് ആ മ്യൂസിക്കിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും എന്നിങ്ങനെ പറയണ കേൾക്കാൻ അനുഭവസ്ഥര്. ട്രൂ ആണ് മാം, ട്രൂ ആണ് അത്. ചില ടാബ്ലറ്റ് വരും വേദന സംഹാരി. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ എനിക്ക് മീൻ പൊതുവെ ഇഷ്ടമാണ്. മീൻ വറക്കണ മണം കേൾക്കുമ്പോ നമുക്ക് കിട്ടുമ്പോ ഈ വയറ്റിൽ ഭയങ്കര തുളിച്ചാർന്ന പോലെയാ അനക്കം. അതുപോലെ തന്നെ അവന് ഭയങ്കര മീൻ കൊതിയാ മോന്. മാം, ഞാന് സെക്കൻഡ് മോള് അവിടെ ഗൾഫിലായിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് അവിടുത്തെ അറബിക് ഫുഡൊക്കെ ആയിരുന്നു എനിക്ക് താല്പര്യം. അത് ഇപ്പൊ അവള് 7 വയസ്സായിരുന്നുണ്ടെങ്കിലും അവൾക്കും ഇപ്പൊ താല്പര്യം അങ്ങനത്തെ ഫുഡ്സ് ആണ്. പക്ഷെ ഇവിടെ ഇപ്പൊ നാട്ടിൽ അങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ. പക്ഷെ മോന് സെയിം. അവന് നാട്ടിലായതുകൊണ്ട് നാട്ടിലത്തെ എല്ലാം ഞാൻ കഴിക്കുമായിരുന്നു. അന്ന് കൊറോണ ടൈമിൽ നാട്ടിൽ വന്നപ്പോ മാങ്ങയും ചക്കയും എല്ലാം നമ്മൾ കഴിക്കുമായിരുന്നു. അപ്പൊ അവന് ഇപ്പൊ എല്ലാം കഴിക്കും. ആ ഒരു ഇത്. അതെ, ഈവൻ അമ്മ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും അമ്മയുടെ ഓരോ സിറ്റുവേഷൻസും കുട്ടീനെ അഫക്ട് ചെയ്യുന്നുണ്ടല്ലേ. വെദർ ഇറ്റ് ഇസ് ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഓരോ കണ്ടീഷൻസും എല്ലാം കുട്ടി അഫക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ് അല്ലേ? ഇമോഷൻസ്. പിന്നെന്തൊക്കെയാണ്? അമ്മയുടെ ബിഹേവിയർ ഓൾസോ എഫക്ട്. ദേഷ്യപ്പെട്ടെടുത്തൊക്കെ പറയും അല്ലേ? പിന്നെന്തൊക്കെയാണ്? മാം, പ്രഗ്നൻസി ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡോക്ടർ ചെക്കപ്പ് ഒക്കെ കൊടുക്കണം. എന്താ ആലിഷ്, ക്ലിയർ ആയില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡോക്ടർ ചെക്കപ്പ്, സ്കാനിങ് പോലുള്ളതൊക്കെ.
അതെ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കുട്ടിയെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കുഞ്ഞു വയറ്റിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കഥകളും പാട്ടുകളും ഒക്കെ ഇങ്ങനെ നമ്മൾ പറയും. അതൊക്കെ അവർ നന്നായി ശ്രദ്ധിക്കും. പുറത്ത് വരുമ്പോഴും അവർക്ക് അതേ പാട്ട് പാടുമ്പോൾ അവർക്ക് നല്ലോണം റെക്കഗ്നൈസ് ചെയ്യും നമ്മുടെ റെസ്പോണ്ട് വോയിസിനെ അല്ലേ? ശരിക്കും. അതെ അതെ. ഓക്കെ ദെൻ പിന്നെ ഉണ്ടല്ലോ ഈ പ്രഗ്നൻസി ടൈമില് ഈ മറ്റേ ഈ തൈറോയിഡ് ഓൾവേസ് വില്ലനാണല്ലോ. അപ്പൊ അതിന്റെ ഇതൊരു ചെക്കപ്പ് നടത്തിയിട്ട് കഴിക്കണത് കുഞ്ഞിനെ അഫക്ട് ഷീബയാണോ? ഷീജ ഓർ ഷീബ? സൺലൈറ്റ് കൊള്ളണം. ചെയ്യാതിരിക്കുമല്ലോ. സൂര്യപ്രകാശം. മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ. ഷീജ ഓർ ഷീബ ആരാണ്? സൺലൈറ്റ് ഡെലിവറിക്ക് മുമ്പും സൺലൈറ്റ് സൂര്യപ്രകാശം നമ്മൾ പറയും അല്ലേ, കുട്ടിയുടെ ബെർത്തിന് നല്ലതാണ്, വൈറ്റമിൻ ഡി കിട്ടാൻ അല്ലേ സൺലൈറ്റ് കൊള്ളണം എന്ന് പറയും. ഓക്കെ. ആഫ്റ്റർ ഡെലിവറിക്കും സൺലൈറ്റ് കുഞ്ഞിനെ കൊള്ളിക്കണം. ആഫ്റ്റർ ഡെലിവറിക്ക് അതെ, കുട്ടിയെ നമ്മൾ സൺലൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡെലിവറിക്ക് മുൻപുള്ള സംഭവങ്ങൾ. ഓക്കെ, അഫക്റ്റ് ചെയ്യുന്നത് കുട്ടിയെ. ദെൻ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി അഫക്റ്റ് ചെയ്യുന്നത്? ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആഫ്റ്റർ ഡെലിവറി? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളിൽ കാര്യമായിട്ട് ബാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് അതൊരു ഷോക്കാവും. അതെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഫാമിലി ഇഷ്യൂസ് കുട്ടിയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ ലാക്ക് ഓഫ് ന്യൂട്രീഷൻസ്. ഓക്കെ, വൈറ്റമിൻസിന്റെ കുറവ്. ദെൻ വാക്സിനേഷൻ കറക്റ്റ് ടൈമിൽ എടുക്കല്. വാക്സിനേഷൻ പ്രോപ്പർ ആയിട്ട് ഓക്കെ ടൈമിൽ എടുക്കണം. ദെൻ പിന്നെ എന്തൊക്കെയാണ്? ചിലപ്പോ ആക്സിഡൻസ്, ഇല്ലസ്, എന്തെങ്കിലും അസുഖങ്ങൾ, ഡിസീസ് ഒക്കെ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യാറുണ്ട്. റൈറ്റ്, ഗ്രോത്തിനെ അഫക്ട് ചെയ്യാറുണ്ട്. റൈറ്റ്, പിന്നെ എന്തൊക്കെയാണ്? Another point. നല്ല രീതിയിലുള്ള കഴിഞ്ഞു കഴിഞ്ഞ കുട്ടികൾക്ക് ഐശ്വര്യ, ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കുന്ന രീതികള് അതവരെ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരാൻ ഒക്കെ ചിലത് കാരണമാവാറുണ്ട്. ക്ലെൻലിനെസ് ഒരു ഫാക്ടറാണ്. അതെ. Then any other point? നമ്മൾ പ്രോപ്പർ കെയർ പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക് അല്ലേ? പിന്നെ മാം, ഞാനൊരു സംഭവം പറഞ്ഞോട്ടെ. ഞാനിവിടെ ചോറ്റാനിക്കരയിൽ ഭജനക്ക് പോയപ്പോ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരു പെൺകുട്ടി ഒരു 10-12 വയസ്സുണ്ടാവും. അത് ഒരു മിനിറ്റ് 1 second. ക്ലിയർ ആണോ? പേരെന്താണ്? എന്റെ പേര് രമ്യ എന്നാ മാം. രമ്യ പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് മാം. എന്താന്ന് വെച്ചാൽ അവളുടെ അമ്മ ഡെലിവറി സൗണ്ടിൽ ചെറിയൊരു പ്രോബ്ലം. മാഡം, ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാ. ഓക്കെ പറഞ്ഞോട്ടെ മാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഈ കുഞ്ഞിനെ ആ ചേട്ടൻ തന്നെയാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ കുട്ടി ചോദിക്കും, നന്നായിട്ടൊക്കെ പഠിക്കും, നല്ലൊരു മിടുക്കി കുട്ടി, ഒമേഗ എന്നാണ് അവളുടെ പേര്. അവൾ അവിടെ ഭജനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടി ഇത്രയും കാലം അമ്മ ഗൾഫിലാണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് കുട്ടിയുടെ അച്ഛമ്മ പ്രായമായ ഒരു സ്ത്രീയാണ്, അവർ മരിച്ചുപോയി. അപ്പൊ ഇത് എന്താന്ന് വെച്ചാ അമ്മ അന്ന് ബന്ധുക്കളൊക്കെ വന്നപ്പോ പറഞ്ഞാണ്, അമ്മയില്ലെന്നുള്ള വിവരം ഇവൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് ഈ ബന്ധുക്കളൊക്കെ വന്നപ്പോഴത്തേക്കുമാണ് ഇവളെ അമ്മ മരിച്ചുപോയി എന്നുള്ള വിവരം അറിയണത്. അന്നേരം തുടങ്ങി ഈ കുഞ്ഞിന് ഭയങ്കര ഷോക്കാണ്. ഈ കുഞ്ഞ് ആകെ ഡൗൺ ആണ്. ലാസ്റ്റ് ഇവിടെ ഏതാണ്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ഈ ചോറ്റാനിക്കരയിൽ വന്നേക്കണത്. അപ്പൊ ഈ അമ്മ മരിച്ചു പോയെന്നുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണത്, ഒരു കുഞ്ഞിന് എന്തൊക്കെയാണെങ്കിലും ആ സിറ്റുവേഷൻസ്, ആ റിയാലിറ്റി ഫേസ് ചെയ്ത് വേണം അവനെ, ആ റിയാലിറ്റി പറഞ്ഞു വേണം അവനെ വളർത്താനായിട്ട്, അവനെയോ അവളെയോ. ഇല്ലെങ്കിൽ ആ കുഞ്ഞുള്ള സംഗതി ഇല്ലെന്നറിയുമ്പോഴത്തേക്കും ആകെ ഒരു മെന്റലി ഷോക്കായി പോകും. ലാസ്റ്റ് നല്ല ഒരു മിടുക്കി മോളാണ്, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അമ്മ മരിച്ചുപോയെന്ന് ഇത്രയും നാളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇല്ലെന്നറിഞ്ഞപ്പോഴത്തേക്കുമാണ് അവൾക്ക് ആകെ സങ്കടമായത്.
മാം ഇത്രേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ പോന്നിട്ടും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പോയിട്ടില്ല. ഓക്കെ രമ്യ. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് ഓപ്പൺ അപ്പ് ആയിട്ട് പറയണം അവരുടെ അടുത്ത് എന്താണ് റിയാലിറ്റി, ഇപ്പൊ എന്താ നടക്കുന്നത് വീട്ടിൽ. ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു അതിന്റെ ചാൻസ് നോക്കി ആ ടൈമിൽ നമ്മൾ കൊച്ചിനൊന്ന് ഇങ്ങനെ ഒരു സോഷ്യൽ ഗാദറിങ്ങിന് പോകുന്നതിന് മുന്നേ കൊച്ചിന്റെ അടുത്ത് പറയണം ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ പറയണം. അത് പാരന്റ്സ് അത് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് പ്രശ്നമായത്. അതിപ്പോ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ആ റൂൾസിൽ പറയണുണ്ടല്ലോ അവരോട്, എന്ന് വെച്ചാൽ തിരിച്ചറിവാകണ പ്രായത്തില് അവരൊക്കെ അത് പറഞ്ഞ് അഡോപ്റ്റ് ചെയ്തതാണെന്ന് അറിഞ്ഞ് തന്നെ അവരെ വളർത്തണം. വർഷാവർഷം അവരെ കൊണ്ടുപോയി അവരെ എവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഓർഫനേജിൽ പോയി അവരൊക്കെ ആയിട്ട് എന്താ പറയാ അവരെ കാണിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ എൻ്റെ ഒരു ആന്റി കുട്ടീനെ ദത്തെടുത്തപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ റൂളൊക്കെ ഉണ്ട്, അവരെല്ലാ വർഷം അവിടെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ ഒരു ഷോക്കിംഗ് ഒക്കെ ഒഴിവാക്കാനായിരിക്കുമല്ലോ അവരങ്ങനെ ഒരു റൂളൊക്കെ വച്ചേക്കണേ. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിലൊക്കെ അവർക്ക് ആ ഒരു ഷോക്കിങ് അവരെ ബാധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതെ അതെ, കുട്ടികൾക്ക് അവർക്ക് മനസ്സിലാക്കാവുന്ന പ്രായത്തിലല്ലേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലേ. ആ പ്രോപ്പർ ആയിട്ടുള്ള ടൈമില് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതെ മിസ്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? നമ്മൾ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് പറഞ്ഞത്? ഓക്കെ രമ്യ. ടീച്ചർ, നമ്മളതുപോലെ കുട്ടികളെ നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിക്കുക, അവരെ കൂടെ നിർത്തുക. പക്ഷെ അവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ അവരത് തെറ്റാണ് എന്ന് തിരുത്തി കൊടുത്ത് അവരെ വഴക്ക് പറഞ്ഞെടുത്താണെങ്കിൽ പറഞ്ഞ് അവരെ നമ്മൾ വളർത്താൻ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലിപ്പോ ഇപ്പോ ഒരു സംഭവം ഉണ്ടായത്, ഒരു കുഞ്ഞിനെ ടീച്ചർ വഴക്ക് പറഞ്ഞു. പഠിപ്പിക്കുന്ന ടീച്ചർ 9th പഠിക്കുന്ന കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് വീട്ടിൽ വന്നു, ട്യൂഷൻ കഴിഞ്ഞ് വന്നു, സൂയിസൈഡ് ചെയ്തു. ടീച്ചർ വഴക്ക് പറഞ്ഞു, അത്ര ഒരു കാരണമുള്ള കൂടെ ഇരുന്ന കുട്ടികൾ ചിരിച്ചു. ആ മോളെ അവർ ഇന്ന് വരെ അച്ഛനോ അമ്മയോ ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല പാരന്റ്സ്. അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഷോക്കായി പോയി കുഞ്ഞിന് ആ ടീച്ചർ പറഞ്ഞ വാക്കുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ മക്കളെ ഒന്നും പറയാതെ വളർത്തുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഇത് കുട്ടിക്ക് വന്നതെന്നാണ് ഞങ്ങൾ ഇപ്പൊ ഒരു എല്ലാ ചാലഞ്ചസും അവർ ഫേസ് ചെയ്യണം അല്ലേ. നമ്മളുടെ ആ ഇത് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ നമ്മൾ കുട്ടികളെ തയ്യാറാക്കി തന്നെ വളർത്തണം. മറ്റുള്ളവർ കളിയാക്കും, ആ രീതി എല്ലാം ഇത് ചെയ്ത് തന്നെ കുട്ടികളെ നമ്മൾ വളർത്തണം. അതെ അതെ, ഏത് സിറ്റുവേഷൻസും ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കി എടുക്കണം ചെറുപ്പത്തിലെ തന്നെ അല്ലേ. നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികളെ. അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് 2 പോയിന്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു അത്? ഏതൊക്കെയായിരുന്നു? Principles of development, factors of development, factors that affect growth and development. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആയില്ല എല്ലാവർക്കും? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.